പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ പോലീസ് തെളിവെടുപ്പ്. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥനെ ആക്രമിച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. തെളിവെടുപ്പിൽ സിദ്ധാർത്ഥനെ ആക്രമിച്ച ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലും നടുത്തളത്തിലും ഉൾപ്പെടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഈ ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും വെച്ചാണ് സിദ്ധാർത്ഥൻ തുടർച്ചയായ ക്രൂരമർദ്ദനത്തിനിരയായത്. തെളിവെടുപ്പിനിടെയാണ് ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങൾ മുഖ്യപ്രതി കാണിച്ചു കൊടുത്തത്. സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്തതും ആയുധങ്ങൾ എടുത്തതും മർദ്ദിക്കാൻ നേതൃത്വം കൊടുത്തതും ക്രൂരമായി പീഡിപ്പിക്കാനും ആൾക്കൂട്ട വിചാരണയ്ക്കെല്ലാം നേതൃത്വം നൽകിയത് മുഖ്യപ്രതിയായ ഈ സിൻജോ ജോസഫാണ്. തെളിവെടുപ്പിൽ സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച വയറ്, ഗ്ലൂ ഗൺ തുടങ്ങിയവ കാണിച്ചു കൊടുക്കുകയും ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ചാണ് ഇതിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നതും സിൻജോ ജോസഫ് കാണിച്ചു കൊടുത്തു. അങ്ങനെ തെളിവെടുപ്പെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനാണ് എറണാകുളത്തു നിന്ന് വിളിച്ചു വരുത്തിയത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയ ശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ബെൽറ്റ്, കേബിൾ എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുകയും തൊഴിക്കുകയും ചെയ്തു.